ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ, നിങ്ങൾക്ക് തമ്പലയിൽ നോക്കിയപ്പോ തന്നെ ഉമ്മാക്ക് സംഭവം മനസ്സിലായോ? എന്താ എന്താണ്? അല്ല, അങ്ങോട്ട് പോണ്. അതായത് തമ്പലയിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുറെ നാളിന് ശേഷം അല്ലേ 300K അടിക്കണത്. ഉമ്മാക്ക് എന്താ സംഭവം മനസ്സിലായോ? വരുന്നുണ്ട് 300K എന്നൊക്കെ പറയണ എന്താ സംഭവം? നല്ല കാര്യം. എന്താണ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമുള്ള കാര്യമാണ്. തിന്നാൻ കിട്ടുന്ന അറിയാം എന്തായിരിക്കും സംഭവം ഉണ്ടായിട്ട് എനിക്ക് അതേ അറിയുള്ളൂ. നിങ്ങളൊന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എന്തോ വലിയൊരു സംഭവമാണ്, പക്ഷെ എന്താണ് സംഭവം പറഞ്ഞിട്ടില്ല. സന്തോഷല്ലേ എന്തമ്മക്ക് 300K 300K എന്നറിയാം. 300K നമ്മളെ യൂട്യൂബ് ചാനലിൽ, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേക്ക് മുറിച്ചില്ലാനോ 1 ലക്ഷം ആയപ്പോ 1 ലക്ഷം ആൾക്കാർ നമ്മളെ ഉണ്ട് എന്ന് പറഞ്ഞ നമ്മള് 2 ലക്ഷം ആൾക്കാർ നമ്മളെ ഉണ്ട് പറഞ്ഞ നമ്മള് കേക്കൊക്കെ മുറിച്ചില്ലാനോ. അതേപോലെ 1 ലക്ഷം ആൾക്കാരോട് ഇപ്പൊ നമ്മളെ ഉണ്ട്, അതായത് 3 ലക്ഷമായി. നോമ്പിനാണല്ലേ? 2 ലക്ഷം. ഇപ്പൊ 3 ലക്ഷമായി. 1 ലക്ഷം പാടിപ്പം കൂടി 3 ലക്ഷം ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പായി. അത് ഇന്നലെ രാത്രിയാണ് ആയത്. നമ്മൾ ഇന്നാകുന്ന് വിചാരിച്ചിട്ടില്ല. ഇന്ന് ഉച്ചക്ക് ആവുന്നേ നമ്മൾ കരുതിയിട്ടുള്ളൂ. പക്ഷെ ഇന്നലെ രാത്രി ഒരു എത്ര മണിയായപ്പോ കുറെ ആയില്ലേ? ഏകദേശം ഒരു 10-11 മണി ആയപ്പോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കടാളില്ല, ഒന്നുമില്ല. കേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഇന്നാകുന്ന നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ കേക്ക് ഓർഡർ ചെയ്യുന്നു. കാരണം കുറച്ച് വലിപ്പത്തില് കേക്ക് ആകുമ്പോ നമുക്ക് പെങ്ങന്മാരെ വിളിക്കണം, എല്ലാരും വിളിക്കണം. കുട്ടികളൊക്കെ അങ്ങോട്ട് വിളിച്ച പിന്നെ താത്ത പ്രഗ്നന്റ് ആയി കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് താത്താക്ക് തിന്നാൻ പറ്റിയ വലിയ പ്രശ്നമില്ല. തിന്നിനൊന്നും കുഴപ്പമില്ല. എനിക്കെന്താണ് നമ്മളെ 300K പറ്റി പറയാനുള്ളത്? 300K പറ്റി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം ഒരു 1.5 ആഴ്ച മുമ്പ് വരെ നമ്മളത് 50 ആണ്. എന്താ 50? 1.5 ആഴ്ച മുമ്പ് വരെ നമ്മള് 2,50,000 സംതിങ് ആണ്. പെട്ടെന്നാണ് ഈ 3 ലക്ഷം ആയത്. കേക്ക് നമ്മള് വാങ്ങിയിട്ടില്ല. കേക്ക് മുപ്പരാൻ പറഞ്ഞത് ഇപ്പൊ ടൈം എത്ര? ഏകദേശം ഒരു 12:30 ഒരു 1:30 ആയില്ലേ? ഏകദേശം ഒരു 3:30 ടൈം ആകുമ്പോ ചെല്ലാനാ പറഞ്ഞത്. ഇനി നമുക്കില്ല പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഞാൻ പറഞ്ഞിക്കണേ വന്നാ മതി. ഒഴിവാക്കിയില്ലല്ലോ എന്നാലും രണ്ടാളും അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും വേണ്ടിയതാണ്. നമ്മളെല്ലാ ദുഃഖത്തിലും പങ്കിട്ട. അപ്പൊ നമ്മക്ക് ഇനി ഉള്ളത് നമ്മള് 300 എന്താണ് 300 അത് കണ്ടില്ല നിങ്ങള്? 3,620,000. 3,620,000. ഇന്നലെ ഏകദേശം 2,99,900 500 ഇന്നലെ രാത്രി. പെട്ടെന്നാണ് പിന്നെ വേണ്ടോ അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൂടി വരുന്നുണ്ട്. ഇതിനുള്ളിലൊന്നുമില്ല. എന്ത് ഇതിനുള്ളിൽ കയറി തിരികെ പുറത്ത് കയറ്റി ഇതിനുള്ളിൽ ക്ലിയറില്ല. അതെന്ത് കാണുക? അതവിടെ അല്ലേ സ്റ്റൂളൊക്കെ ഇരുന്നിക്കണ അവിടെ. എന്തായാലും ഇത് കേടന്നല്ലേ. ഇത് എത്ര രൂപേന്റെ മോട്ടറാ? 10-15,000 മോട്ടറാണ്. ഇപ്പൊ നമ്മളെ മോട്ടർ കയറുന്നത് നമ്മള് പുതിയ മോട്ടർ വാങ്ങി. ഇപ്പൊ 11,000 ഇപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോയി വിൽക്കാൻ നോക്കട്ടെ. കേക്കിനുള്ള പൈസ അങ്ങനെ എങ്ങനെ കൊടുക്ക? ഏത് ഇവിടെ എന്താ വിൽക്കാല്ലേ? പേരാണോ? എന്താണ് എന്റെ കൊറേ വണ്ടിന്റെ സാധനങ്ങളാടാ. ഫുള്ള് വേസ്റ്റ് ആട്ടെ ഈ ഭാഗത്ത്. ഒന്ന് ക്ലീൻ ആക്കി വെക്കണം എന്നുണ്ട്. വിറ്റാലേ ക്ലീൻ ആവുള്ളൂ. പാമ്പുണ്ടോ നോക്കിക്കോ. പാമ്പുണ്ടാവുമ്പോ അങ്ങോട്ട് വരി. 2 ദിവസം മുമ്പ് ഞാൻ നാളെ വന്നപ്പോ പാമ്പ് മറ്റേ ഡോറിന്റെ അവിടെ. അത്ര ഇപ്പോ അത് മറ്റേ വട്ടക്കൂടെ ഞാനും വാതിൽ തുറക്കാൻ വരലി പറഞ്ഞു. എന്ന് ഞാൻ വാതിൽ വന്ന് തുറന്ന് നിക്കണ സ്ഥാനത്ത് തന്നെ വന്ന് കിടക്കണ്ട്. ചെറുതാണ്. ചെറുത് മതിയല്ലോ. ഞാൻ പറയുമ്പോഴേ ഇതും ആ മോട്ടർ കൊണ്ടുപോവാ. ആകണം നോക്കാം. എന്തായാലും നോക്കട്ടെ. ആ മോട്ടർ കൊണ്ടുപോയി വിറ്റിട്ടാണെങ്കിൽ കേക്ക് വാങ്ങാം. കാരണം പൈസ അല്ല. ഞങ്ങള് പഴയതൊക്കെ ഒരുക്കി കൂട്ടിക്കണ്, ഇതാക്കണ്. മോട്ടറൊക്കെ ഇതിൽ വെച്ചാണ് സെറ്റ് ആക്കി വെച്ചിക്കണ്. നേരെ നീ വിൽക്കാൻ കൊണ്ടുപോയില്ലേ അമ്മ? അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചാണ്. മമ്മി കൊണ്ടുവരുന്നുണ്ട്. ഇത് എവിടെ വെക്കാനാണ്? മുന്നിലേക്ക് വെച്ചതാ. ഇല്ല പഴയത് മൊത്തം എടുത്തിന്, ഇരുമ്പ് മൊത്തം എടുത്തിന്. പോയോ കേട്ടോ മാമ? ഓക്കെ പോട്ടെ. ഞങ്ങള് പോയോ കേട്ടോ. ഓക്കെ പോയിന്നാ. പൈസ നമുക്ക് പോയി നോക്കാം. കൊണ്ടുപോയി വിൽക്കട്ടെ. അങ്ങനെ നമ്മളിവിടെ പഴയതും കടയിലെത്തി. ഇറങ്ങിക്കാം. വെയിറ്റ് ഉണ്ടത് എടുക്കാതെ ഇരുമ്പല്ലേ മോട്ടറും ഇല്ല ഇരുമ്പും. അപ്പൊ ആയതും കൂടി എടുത്താൽ മതിയില്ലേ? വേറെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് പിന്നെ ഒരു ദിവസം കൊണ്ടുവരാം. അടുത്ത കേക്കിന് കൊണ്ടുവരാം.
400 കേക്ക്. സാധനം എടുക്കാൻ ആളൊന്നും നമ്മള് പറഞ്ഞിട്ടൊന്നുമില്ല. കൊണ്ടുവന്നെ മലയാളില്ല. മലയാളം അറിയുന്ന ആരെങ്കിലും 15,500 അളന്ന് കുറച്ചൊക്കെ എന്ത് മലയാളം മലയാളം അറിയണൊക്കെ ഇത് 2 മോട്ടറാണ് ആകെ പ്രതീക്ഷ. അതെ. ഇരുമ്പ് എങ്ങനെ കിലോക്കാണ് റേറ്റ് അതോ കിലോ അല്ലേ? 9 അങ്ങനെയാണ് നമുക്ക് എല്ലിട്ട് പോകുന്നത്. നമുക്ക് അടുത്തേക്ക് വേണ്ടേ? അടുത്തേക്ക് വേണല്ലോ. ഞാൻ പറയുമ്പോഴേ ഏത് ഇന്നിട്ടോ പോടാ അവിടുന്ന്. ആകെ ലേറ്റ് ആണ് പൈസ. വണ്ടി ഒന്ന് പെരിയിൽ വെച്ചപ്പോ ഒന്ന് കൊയിഞ്ഞാട്ടിക്കുണ്ട്. കാരണം കുന്നും വെച്ചപ്പോ ഒന്ന് കൊയിഞ്ഞാടി. ഇതിന്റെ ലൈറ്റ് ഇതൊക്കെ പൊട്ടിയാണ് പോകുന്നത്. ഇപ്പൊ ഇതിന്റെ ലൈറ്റ് മാനത്തേക്കാണ്. റോഡിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാണാം. അങ്ങനെ നമ്മള് സാധനം കൊടുത്തു, പൈസ കിട്ടി. എത്ര പെട്ടി? 1140. 1140 കേക്ക് വാങ്ങാൻ പൈസ ആന്ന് പോവല്ലെന്നാ. നീ നേരെ കേക്ക് കടിക്ക്. നേരെ കേക്ക് കടി. കേക്ക് ആയിട്ടില്ല. നേരെ ആദ്യം പോയിട്ട് മുന്നണിയും നബീലിനെയും വിളിക്കണം. നേരെ കേക്ക് കടിക്ക് പോകും. അങ്ങനെ നമ്മള് കേക്ക് വേൾഡിലേക്ക് എത്തിക്കണ്. ഇവിടെ കേക്ക് വാങ്ങാൻ വേണ്ടി സെലിബ്രേഷന് വേണ്ടിയാണ് നമ്മൾ കേക്ക് വാങ്ങാൻ വന്നിട്ട്. അതെ ഉള്ളിൽ എറിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ നബി. ഹാപ്പി ബർത്ത്ഡേ ഒന്നും ചെയ്തില്ലേ ടൈമേ? ഓൻ പലതും പറയും. ആദ്യം നമ്മളതാണ് ഒന്നും കേട്ടോ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തോ ഇനി സാധനം കിട്ടുന്നവരെ. നമുക്ക് എന്താ അറിയാലേ എന്താ പറയാനുള്ളത്? ഈ ഷോപ്പ് താളാണ് നമുക്ക് കേക്ക് ഫ്രീ ആയിട്ട് തരാൻ പോണത്. സ്പോൺസർ ചെയ്യാണ്. അതെ മൂപ്പര് നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഉറക്കം പറഞ്ഞാലേ കേക്കുള്ളൂ. 100 കേക്കും 200 കേക്കും 300 കേക്കും ഇപ്പൊ 1 മില്യൺ ആയാലും മൂപ്പരെ നമുക്ക് ഫ്രീ തരും. അതെ കേൾക്കണില്ല ഉറക്കം പറയില്ലേ. ആണ് സെറ്റോ സെറ്റല്ലേ? ഞാൻ കണ്ടിട്ടില്ല. സെറ്റ് അങ്ങനെ നമ്മൾ സാധനം കിട്ടി. YouTube 300K ലാക്ക് നീതണം. അപ്പൊ ഇങ്ങനെ കേക്ക് സെറ്റ് ആയിട്ടോ. ഞാൻ കേക്ക് പിടിച്ചോട്ടോ. വേണ്ട. അപ്പൊ ഇനി നമുക്ക് നേരെ ഇത് കൊണ്ടുപോയി പെരി പോയി വെക്കണം. പെരിയിൽ ആരക്കണ്ട? പെരിയിൽ പെങ്ങന്മാരും മക്കളൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? കേക്ക് അങ്ങനെ കിട്ടി. നേരെ പെരിക്ക് പോവാ. നേരെ പെരി പോവാ. മുന്നന്റെ ഒരു വിട്ട ചങ്ങായിന്റെ ഫോട്ടോ വെച്ചുണ്ടാക്കി. ആ ഇതാണ് നമ്മളെ കേക്ക് വേൾഡ്. മൂപ്പരാണ് നമ്മളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത്. അതെ മൂപ്പര് നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നു ഗൈസ്. അങ്ങനെ നമ്മള് പെരിയിലെത്തി. ഇപ്പൊ നമ്മളെ കേക്ക് വരുന്നുണ്ട്. ഞാൻ അവിടെ തള്ളിട്ടാ കേട്ടോ. ഞാൻ അവിടെ തള്ളിട്ടാ കേക്ക്. ചെറിയ കേക്കൊന്നല്ല വലിയ കണക്ക് തിന്നാലുണ്ട് പോരെ. എന്തല്ലേ അവളൊരു മനസ്സാലോചിച്ചു കേക്കിന്റെ വന്നിക്കണേ. താത്തോടെ ഞാനൊന്ന് പോയി കണ്ടൊക്കെ നല്ല തടിയാണ്. ആ കട്ടിമ ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല. ആണോ? താത്തക്ക് തീറ്റെടുത്തോ? കൊടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ആണോ? എന്താടാ എന്താടാ അതോ? ഞങ്ങള് മുറിച്ചുള്ള സംഭവം സെറ്റപ്പ് ആക്കി വെക്കട്ടോ കേട്ടോ. ഓൺ ഡെസ്ക് എടുക്കാൻ വേണ്ടി പോയിക്കണ്. കൊഞ്ഞാണല്ലോ ശബ്ദ. ഇടണ്ട് പറഞ്ഞ ഒറ്റ പോക്ക. വെളിച്ചെടുത്ത് വെക്കാം ഇങ്ങോട്ടൊക്കെ. ഇങ്ങനെയൊക്കെ സെറ്റ് ആയില്ലേ? കേക്ക് വേണ്ടേ? വേണം അല്ലേ? പൊട്ടിച്ചേട്ടോ അനക്കോ? എല്ലാവർക്കും അതിനല്ലേ. ഓന്റെ ഒരു അനിയനുണ്ട് കേട്ടോ. ഓന്റെ സുന്നത്തെല്ലാം കഴിച്ച് അവിടെ കിടക്കാണ്. പാർസൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. നമുക്ക് കേക്ക് മുറിന്റെ ചടങ്ങിലേക്ക് കടക്കാം. അല്ല ഇത് എന്റെ കാട്ടിൽ അത് തുറക്ക്. അത് ശരി. ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കേട്ടോ. ഹാപ്പിയല്ലമ്മ? ഹാപ്പിയല്ലേ? അല്ല ഇതെന്തിനാ ചിരിച്ചേ? ഇങ്ങനത്തെ നോക്ക് ഇങ്ങനത്തെ നോക്ക് ഇങ്ങനത്തെ. അതല്ല
അതോ എനിക്ക് കേക്ക് വേണം അതോ മമ്മാക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? സന്തോഷം. എല്ലാരും സപ്പോർട്ട് ചെയ്ത് കേക്ക് മുറിച്ചാന് ഇല്ലതായപ്പോഴത്തേനും 300K സെലിബ്രേഷൻ 3 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ടാണ്. ഇങ്ങോട്ട് നിക്ക് ആദ്യം അങ്ങോട്ട് ചെല്ലി സമയം നിന്നോ. ഈ കത്തിമ പൊടിച്ച് അതോടെ അതിനെ കാണില്ല. നിക്കട്ടോ ഇങ്ങനെ മുറിച്ചല്ലടാ ഈ ക്യാമറ ഓണാണോ? ആ ഓണാണ്. ഫാന്റെ നടുക്ക് ഇങ്ങനെ അതെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്തേട്ടെ ഇതൊന്നോ പൈകടി മമ്മ സെന്റർ എല്ലാരും അപ്പൊ നമ്മള് 300K സെലിബ്രേഷൻ നമ്മള് കേക്ക് മുറിച്ചാണ്. ഹാപ്പി ബർത്ത്ഡേ ടു അതാ ഇമ്മ ത്രികോണത്തിലും ആദ്യം ആ പൊളിച്ച് വേണ്ട ഇത് കൊണ്ടുപോയി ജാപ്പിയാണോ? കുട്ടിയുടെ കേക്ക് എടുക്കാൻ പോയ നോട്ടല്ലോ അതോ അതിന്റെ അമ്മച്ചിക്ക് എല്ലാം കൊണ്ടേ കൊടുക്ക. എന്താണ് ഇമ്മമാക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷം. മമ്മ എന്താണ് ഉമ്മാക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഇത് നമ്മൾ ഇന്നലെ രാത്രി ചെയ്യേണ്ടി, പക്ഷെ രാത്രി അപ്പൊ പിന്നെ സമയമില്ലല്ലോ. പിന്നെ നമ്മളിന് പോയാലും ഇത് കിട്ടൂലല്ലോ. അത് ശരിയാണ്. അതുകൊണ്ട് നമ്മൾ രാവിലാക്കി അത് തിന്നി മക്കളൊക്കെ തന്നെ തിന്നോ. വളരെ സന്തോഷം. വളരെ വളരെ സന്തോഷം അല്ലേ? ഹാപ്പിയാണ് മമ്മ. അതായത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടി ഇടതിന് കാരണം സപ്പോർട്ട് ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കേക്ക് മുറി, അതായത് 300K കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയത്. അപ്പൊ നിങ്ങളിപ്പോ ലിപ്സ്റ്റിക് ഇടുക. അപ്പൊ നിങ്ങള് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കണ വായിക്കണേ, നമ്മളെ സപ്പോർട്ട് ചെയ്തിക്ക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ. എന്താണ് ആൾക്കാരോട് ഉമ്മാക്ക് എന്താ പറയാല്ലോ? എന്താണ് വളരെ സന്തോഷം നമുക്ക് ഈ കേക്ക് മുറിക്കാൻ പറ്റിയില്ലേ. എന്നിട്ട് പറയും എന്നിട്ട് ബാക്കി കൂടി പറഞ്ഞോടുക്കി പറഞ്ഞോടുക്കി എന്താ പറയല്ലേ മതി. നമുക്ക് കേക്ക് മുറിക്കണേ അതോ ഗൈസ് അപ്പൊ നമ്മളെ കേക്ക് മുറിച്ചാണ്ട് നമ്മള് ഈ പരുവത്തിലാക്കി വെച്ചിക്കണ്. ഇനി ഇതൊന്ന് നമ്മളെ താത്താക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ, അതായത് താത്താക്കും സുന്നത്ത് കല്യാണം കഴിച്ചു വെക്കണേ നമ്മളെ കുട്ടിയുണ്ട്. അപ്പൊ ഓനക്കും കൂടി കൊണ്ടുപോയി കൊടുക്കാനാണിത്. ഷംന അനക്കെന്താ പറയാല്ലോ? എന്താ അനക്കെന്താ പറയല്ലേ? ഓല് കൊറേ ഇടങ്ങാറായെങ്കിലും ലാസ്റ്റ് കൊറേ ഓൾക്ക് സന്തോഷം കിട്ടി. അതെ അനക്ക് പോവാണ്. എടാ നിങ്ങൾ കൊടുക്ക. നമ്മളെല്ലാ വിധത്തിനും സഹകരിച്ച മുന്നീ നബീലുമാണ്. അതെ മതി ഒരു പോവാണ് മമ്മ. അപ്പൊ നമ്മള് വളരെ സന്തോഷം. സെറ്റല്ലേ? പരിപാടിയൊക്കെ സെറ്റല്ലേ? കേക്ക് എങ്ങനെയുണ്ട്? നമുക്ക് ഉസാറ് കേക്കല്ലേ? കേക്ക് സ്പോൺസർ ചെയ്ത് നമ്മളെ ഇടയ്ക്കര കടയിലെ കേക്ക് പോലത്തെ കാക്കേട്ടോ. മൂപ്പര് നമ്മളെ മൂപ്പര് നമ്മളെല്ലാ വീഡിയോ, അതായത് ഇപ്പം ഫസ്റ്റ് 100K അതേപോലെ 200K ഇതിനൊക്കെ കേക്ക് സ്പോൺസർ ചെയ്ത് മൂപ്പരനെയാണ്. അപ്പൊ മൂപ്പരോട് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. എന്താ അവസ്ഥ? എന്നിട്ട് നല്ല അടിപൊളി കേക്കാണ്. ഇത് മതിയാവോ? ഇത് മതിയാവോ? ഇത് മതിയാവുന്നില്ല. കുറച്ചുകൂടി എടുത്തോ. ഒരു കണ്ടം പാടെ വെച്ചോ. ആ എങ്ങനെ എടുക്ക? അതെന്താ പിന്നെ മുഖത്ത്? എടാ എങ്ങനെയുണ്ടാണ് കേക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എന്താണ് കജ്ജിമൊക്കടിയും ചിരിക്കൂടൊക്കെ? എന്താണ് കേക്കോ? എന്ത് കാട്ടിയപ്പോ? എങ്ങനെയുണ്ടാ കേക്ക്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കേക്ക്? ആണോ? എങ്ങനെയുണ്ട്? രസല്ലേ? സെറ്റല്ലേ? ഷംന കേക്ക് സെറ്റല്ലേ? മമ്മേരി നമ്മള് അതിന്റെ ഇതിൽ വേറെ സംഭവം ഉണ്ടായിനി. എന്താണ്? മറ്റേ മോട്ടർ വിൽക്കാൻ പോയില്ലേ? അതിന് 1100 കിട്ടിയിരുന്നു. ഗൈസ് നമ്മളെ മോട്ടർ വിൽക്കാൻ പോയി. പഴയതുണ്ടായിനി, ഇവിടുത്തെ കേടന്ന മോട്ടർ ഉണ്ടായിനി. അപ്പൊ കൊണ്ടുപോയി വിൽക്കാൻ പോയി. ഗൈസ് നമ്മള് താത്താക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ്. താത്താക്കും പിന്നെ താത്താന്റെ കുട്ടിയുണ്ട് അവിടെ. ഇജെന്താ ബാഗൊക്കെ എടുത്തിട്ട് ഷംന ഓനെടുക്കാൻ പോയിരുന്നേ? നഴ്സറി പോയിരാ? ഇന്നാ പോണെന്നിട്ട് നഴ്സറി ചേർത്തിട്ടോ വേടാ മോനെ. ഞങ്ങൾ ഇവിടെ താത്താന്റെ കൂടെ എത്തി. താത്തയും കുട്ടി ഇവിടെ ഉണ്ട്. കേക്ക് കൊണ്ടേ കൊടുക്കാം. ഇവിടെ എന്താ താത്ത? ആകെ കഴിഞ്ഞോ? എന്നിട്ട് എന്തിനു തിന്നീനോ?
അവനോട് ഫിദുടെ നമുക്ക് നമ്മളെ ഫിദു കുട്ടനെ കാണാം. ഫിദു ചെക്കനോടെ ട്രൗസർ ഇടാൻ കിടക്കാണ്. എടുത്ത് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും. ഒരു നമ്മളെ വീഡിയോ അങ്ങനെ പോയത്. കളിയൊക്കെ കേൾക്കണേ പണി കേൾക്കാം. എങ്ങനെയുണ്ട്? സീനാണല്ലേ? എങ്ങനെയുണ്ടോ എനിക്ക്? കേക്ക് കൊണ്ടുവന്നെ കണ്ട് സർപ്രൈസ് ആയിട്ടൊന്നല്ല, അല്ലാതെ തന്നെ 3 ലക്ഷം അയക്കണെന്ന് നട്ടപാതിരിയൊക്കെ നല്ല വിളിച്ചിട്ടുണ്ട്. ഫോണ് സർപ്രൈസ് ആയിട്ട് കൊടുത്തു. നമ്മള് താത്താനോട് അമ്മായിന്റെ കൂടെയും കൂടി ഒന്ന് കൊടുക്കാണ്ട്, അപ്പൊ അവൻ കൂടിയും കൊടുത്തിട്ട് നമുക്ക് നേരെ വീഡിയോ അതിന്റെ ചെയ്യണേ. ഞങ്ങള് പോയിട്ട് താത്താ ഇജ്ജ് കൊടുക്കഞ്ഞി ഓളിഞ്ഞോള വരിക. നമുക്ക് ഇനി നേരെ അമ്മായിന്റെ കൂടിയും കൂടെ പോയാണ് കൊടുക്കണത്. അങ്ങനെ നമ്മളിവിടെ അമ്മായിന്റെ പെരിയിലെത്തി. അമ്മായി ഇല്ല ഇവിടെ. അപ്പൊ ഇവിടെ ഉറങ്ങ 3 ലക്ഷമായി കേക്ക്. അത് താത്താനോട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ അപ്പൊ ടി വി ആണോ? ചോറിച്ചോ? അപ്പൊ നമ്മള് ഇനി നേരെ പെരി പോട്ടെ. നിങ്ങള് ഇനി ഇനി കേക്കൊക്കെ മുറിക്കാൻ ഇനി അവസരങ്ങൾ ഉണ്ടാകും. അതെ ശരി ആവട്ടെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇനിയും കേക്ക് കുടിക്കണേക്കാര്. ഇപ്പൊ ഏതാ ഇനി ഷംനന്റെ ഒക്കെ ചാനല് അതും കേക്ക് കുടിക്കട്ടെ. അതെ. അപ്പൊ നമ്മള് പെരിയിലെത്തി. അമ്മായിന്റെ കൂടെ പോയാണ്ട് നമ്മള് കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ കാര്യമായിട്ട് എന്തോ എന്താണ് അവിടെ ഉണ്ടാക്കണേ? ഉള്ളിയോ? കോഴിയോ? ആര് കോഴി ഉണ്ടെന്നോ? അതെ. ഞങ്ങളൊന്ന് പോയപ്പോത്തിന് മമ്മ പറഞ്ഞു കോഴി കൊണ്ടുവന്ന്. അപ്പൊ നമ്മള് കോഴി വാങ്ങി പൊറാട്ടി വാങ്ങി കൊണ്ടുവന്നു. നമുക്ക് വീഡിയോ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ് പറയാനുള്ളത്? 300K ആയി. ഇനി നമുക്ക് ഇൻഷാല്ലാ 400K 500K അങ്ങനെ പോട്ടെ. നമുക്ക് ആകാനില്ല പൂതിയിലാണ് ഉമ്മ, ആകെ ത്രില്ലിലാണ് അല്ലേ? ഇതേപോലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ അല്ലേ? ചെയ്യട്ടെ. മുണ്ടല്ലേ തത്തമ്മേ? അതെ അതെ അതെ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമുക്ക് 300K എന്നുള്ള ഒരു ഇതിലെത്തിയത്. അപ്പം ഇനി ഇതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതാൻ പറ്റുള്ളൂ അല്ലേ? അതെ ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്. അസ്സലാമു അലൈക്കും.